ബി.ജെ.പി സ്ത്രീ ശാസ്ത്രീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും കണക്കുകൾ പരിശോധിച്ചാൽ അവരുടെ തന്നെ പാർട്ടിയിലെ സ്ത്രീ പ്രാതിനിധ്യം പല പ്രാദേശിക പാർട്ടികളെക്കാൾ താഴെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രതിപക്ഷ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസും ബി.ജെ.ഡിയും ഒക്കെ നൽകുന്ന അത്ര പോലും സ്ത്രീ പ്രാതിനിധ്യം ബി.ജെ.പി സ്വന്തം പാർട്ടിയിൽ നൽകുന്നില്ല എന്നുള്ളത് ഒരു നാണംകെട്ട കാര്യം തന്നെയാണ്. ബി.ജെ.പിയുടെ വനിതാ പ്രാതിനിധ്യം പ്രതിപക്ഷ പാർട്ടികളെക്കാൾ കുറവാണ്. പ്രധാനമന്ത്രി നാട്ടുകാരെല്ലാം വിളിച്ച് അഭിസംബോധന നടത്തി പ്രസംഗിക്കുന്നതിനേക്കാൾ പ്രവൃത്തിയിലാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്. ബി.ജെ.പിക്ക് പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷമുണ്ടെങ്കിലും അവരുടെ ആകെ എംപിമാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ശതമാനം വളരെ കുറവാണ്. ഒരു നിയമം വരുന്നത് വരെ കാത്തിരിക്കാതെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വന്തം നിലയിൽ സ്ത്രീകൾക്ക് സീറ്റുകൾ നൽകാവുന്നതാണ്. ബി.ജെ.പിക്ക് വേണമെങ്കിൽ നിലവിലുള്ള 543 സീറ്റുകളിൽ 33% വനിതകളെ മത്സരിപ്പിക്കാമായിരുന്നു. എന്നാൽ അവർ അത് ചെയ്തിട്ടില്ല. ഇനി സ്ത്രീകൾക്ക് സീറ്റുകൾ കൊടുക്കുവാണെങ്കിലും നമ്മൾ ഈ ഇലക്ഷനിലെല്ലാം കാണുന്നതാണ് സെലിബ്രിറ്റികൾക്ക് മാത്രം കൊടുക്കുന്ന സീറ്റുകൾ. അതല്ലെങ്കിൽ റേപ്പ് കേസിലും കൊലക്കുറ്റത്തിലും ഒക്കെ ഭർത്താക്കന്മാർ ജയിലിലാകുമ്പോൾ ഭാര്യമാരെ നിർത്തുന്ന പരിപാടി. ഇങ്ങനെയൊക്കെ അല്ലാതെ സീറ്റുകൾ സ്ത്രീകൾക്ക് എവിടെയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? വനിതാ സംവരണ ബില്ലിന്റെ സെൻസസുമായും മണ്ഡല പുനർനിർണ്ണയവുമായും ഒക്കെ കൂട്ടിക്കെട്ടുന്നതിലൂടെ 2029 വരെ അത് നടപ്പിലാക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്നും സ്ത്രീകളുടെ എണ്ണം പരിമിതമാണ്. തീരുമാനങ്ങൾ എടുക്കുന്ന ഉന്നതതല സമിതികളിൽ, അതായത് ഡിസിഷൻ മേക്കിംഗ് ബോഡീസിലൊക്കെ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിലും പ്രതിപക്ഷ പാർട്ടികളെക്കാൾ പിന്നിലാണ് ബി.ജെ.പി എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കുള്ളിൽ നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യം രാജ്യത്തിന് നടപ്പിലാക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ? 2019 ഇലക്ഷനിൽ ടിക്കറ്റ് വിതരണത്തിൽ തൃണമൂൽ കോൺഗ്രസ് 41% സീറ്റുകളാണ് വനിതകൾക്ക് നൽകിയത്. ബി.ജെ.ഡി നൽകിയത് 33% സീറ്റുകളാണ്. എന്നാൽ ബി.ജെ.പി രാജ്യം മുഴുവൻ ഭരിച്ചിട്ടും 12% സീറ്റുകൾ പോലും നൽകിയില്ല. 2019 ബി.ജെ.പി മത്സരിച്ച 437 സ്ഥാനാർത്ഥികളിൽ 55 പേർ മാത്രമായിരുന്നു സ്ത്രീകളായിട്ടുണ്ടായിരുന്നത്. ടി.എം.സിക്ക് ആകെ എംപിമാരിൽ 35% പേർ വനിതകളാണ്. ബി.ജെ.പിക്ക് 300-ലധികം എംപിമാരുണ്ടായിട്ടും അത് 13% അപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. കേന്ദ്രമന്ത്രിസഭയിലെ ഉന്നതതല തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിൽ ഇന്നും പുരുഷാധിപത്യം തുടരുകയാണ്. സുപ്രധാനമായ ക്യാബിനറ്റ് പദവികളിൽ സ്ത്രീകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതാണ്. നിങ്ങൾക്ക് ശരിക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിയമം വരുന്നതുവരെ എന്തിന് കാത്തിരിക്കണം? നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തുകൊണ്ട് 33% സ്ത്രീകൾ വന്നില്ല?